ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന ജലയുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചോ? അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകളാണല്ലോ പുറത്തു വരുന്നത്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട 80% കാർഷിക മേഖലയും ജലം കിട്ടാതെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു എന്ന വിവരങ്ങൾ കൃത്യമാണ്. യുദ്ധങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി അവലോകനം ചെയ്യുന്ന ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണം മറ്റ് കടന്നുകയറ്റങ്ങളോ യുദ്ധങ്ങളോ ഒന്നും ആയിരിക്കില്ല, ഏറ്റുമുട്ടലുകളോ തട്ടിക്കൊണ്ടുപോകലുകളോ ഒന്നും ആയിരിക്കില്ല, മറിച്ച് ജലത്തിൻ്റെ കൺട്രോളിന് വേണ്ടിയുള്ള യുദ്ധങ്ങളായിരിക്കും. അതുകൊണ്ട് ശുദ്ധജലം, കൃഷിക്ക് വേണ്ടിയുള്ള ജലം, കുടിവെള്ളം വളരെ വൈകാരികവും പ്രധാനപ്പെട്ടതുമായ ഇക്കണോമിക് റിസോഴ്സാണ്. അതുകൊണ്ട് ജലവുമായത് വെള്ളം കൂടി മുട്ടിക്കുക എന്ന് പറയുന്നത് യുദ്ധസമാനമായ സാഹചര്യമാണ്. ഒരു രാജ്യത്തെ ഏറ്റവും അധികം സംഘർഷപൂരിതമാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം സമ്മർദ്ദത്തിലാക്കുന്നത് ജലമാണ്. നോക്കൂ, പാകിസ്ഥാന്റെ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ചൈന വലിയ തോതിലാണ് അണക്കെട്ടുകൾ, ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് ഈ അരുണാചൽ പ്രദേശ് ആസാം മേഖലയിലൂടെ പ്രവേശിക്കുന്നതിന് മുൻപ് ഹിമാലയത്തിന്റെ വടക്ക് പ്രദേശത്തു കൂടി ഒഴുകി വരുന്നു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ 2 പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ആ ഭാഗത്താണ് ചൈന നിർമ്മിച്ചിട്ടുള്ളത്. ആ അണക്കെട്ടുകളിൽ വെള്ളം തടഞ്ഞ് നിർത്തി അത് ചൈന നിയന്ത്രിച്ചാൽ ഒന്ന് ബ്രഹ്മപുത്രയിലേക്കുള്ള നീരൊഴുക്ക് കുറയും. ആ കൃഷിയെ ആസ്പദമാക്കി ജീവിക്കുന്ന ഒരുപാട് പേര് ആസാമിലും ബംഗാളിലുമുണ്ട്. അത് ബംഗാളിൽ വന്നിട്ടാണ് ഇത് കടലിലേക്ക് വീഴുന്നത്. അപ്പൊ അത് ഇനി അതല്ല, തുറന്നു വിടാനാണ് ഭാവമെങ്കിൽ ആ ഏറിയ മുഴുവൻ ബംഗ്ലാദേശിലെയും ഇന്ത്യയുടെ ബംഗാളിലെയും ആസാമിലെയും ഒരുപാട് ഏറിയ ആ സംസ്ഥാനങ്ങൾ, ആസാമിൻ്റെയൊക്കെ പകുതിയോളം ഒലിച്ചു പോകും, ബംഗ്ലാദേശിന്റെ പകുതി പോകും, ബംഗാളിൽ സർവത്ര നാശനഷ്ടങ്ങളായിരിക്കും. അപ്പൊ ജലമെന്ന് പറയുന്നത് ഒരു ബോംബാണ്. ജലമെന്ന് പറയുന്നത് വിലപേശാനുള്ള ഒരു മാർഗമാണ്. ചൈന അതുകൊണ്ട് കൂടി ആയിരിക്കണം ഇന്ത്യ ഒരു സമ്മർദ്ദപ്പെടുത്തുന്നതിന്റെ ഭാഗം കൂടി. വൈദ്യുതി ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ആവശ്യമാണ്, ചൈനയ്ക്ക് എനർജി ആവശ്യമുണ്ട്. സമാനമായ രീതിയിൽ ഭാരതവും പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ധു, പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് സഹായം നൽകുന്നത് നിർത്തിയില്ല എങ്കിൽ തങ്ങൾ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നു. അത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായെങ്കിലും കൃത്യമായ തീരുമാനമെടുത്ത് അത് നടപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഇത് വെറും ഓലപ്പാമ്പാണ്, ഇതൊന്നും കണ്ട് പാകിസ്ഥാൻ പേടിക്കില്ല, തങ്ങൾ ഇന്ത്യയെ തക്കതായ മറുപടി കൊടുക്കും. എന്ത് മറുപടിയാണ് കൊടുത്തത്? ഇപ്പോൾ ഇതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് പീസിന്റെ പരിസ്ഥിതി ആഘാത റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. അതിൽ പറയുന്നത്, അത് കൃത്യമായ ഡേറ്റ അനലൈസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്, പാകിസ്ഥാൻ ഇക്കോണമിയിൽ വരാൻ സാധ്യതയുള്ള ഇമ്പാക്ട് അസസ് ചെയ്തുകൊണ്ട് പറയുന്നു, പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിൽ കടുത്ത വരൾച്ചയാണ് വരാൻ പോകുന്നത്. പഞ്ചാബ് എന്ന് പറയുന്നത് നമുക്കറിയാം 5 നദികളുടെ സംഗമ ഭൂമിയാണ് പഞ്ചാബ്, അല്ലെ? സിന്ധു നദി, അതിൻ്റെ കൈവഴികൾ എല്ലാം ജനം, ജലാബ്, അല്ലെ, ഇങ്ങനെയുള്ള നദികൾ ചേർന്ന് വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ പാകിസ്ഥാന്റെ പഞ്ചാബും ഇന്ത്യയുടെ പഞ്ചാബും എല്ലാം ധാന്യ കലവറയാണ്. ഈ ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ധാന്യ കലവറയാണ്. ഗോതമ്പിന്റെയും ചോളത്തിന്റെയും ബാർലിയുടെയും എല്ലാം വലിയ ഒരു കലവറയാണ്. നമ്മുടെ കേരളത്തിന് കുട്ടനാടെന്നും പാലക്കാടെന്നും ഒക്കെ പറയുന്ന പോലെ അവിടെയാണ് ആ ഭാഗം. ഈ പെഹൽഗാമിൽ ആക്രമണത്തിന് പിന്നാലെ തന്നെയാണ് ഈ നടപടി എടുത്തത്. അപ്പോൾ പലരും ഇന്ത്യക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. അവിടെ വലിയ രീതിയിൽ ആക്രമണം നടന്നപ്പോൾ ഈ വെള്ളത്തിലൂടെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അത് തെളിഞ്ഞിരിക്കുകയല്ലേ വെള്ളത്തിന്റെ വില? കൃത്യമായി പറഞ്ഞാൽ അതൊരു മനുഷ്യാവകാശ വിഷയം കൂടിയാണ്. ആ രീതിയിൽ ഇന്ത്യക്ക് പരസ്യമായി അങ്ങനെ ഒരു നിലപാടെടുക്കില്ല. പാകിസ്ഥാന്റെ ജനതയോടല്ല ഇന്ത്യയുടെ യുദ്ധപ്രഖ്യാപനം. ഒരു സമ്മർദ്ദം എന്ന നിലയിൽ ജലത്തെ ഉപയോഗിക്കാൻ കഴിയും. ആ സമ്മർദ്ദം ഒരുപാട് രീതിയിൽ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ, അല്ലേ? രാഷ്ട്രീയ നേതൃത്വം തഴച്ചു വളരും. നോക്കൂ, സൈന്യത്തിന്റെ കണ്ണായ സ്ഥാനങ്ങളിലെ ആളുകൾ ഇവിടെ നിന്നാണ് വരുന്നത്. ദേ കം ഫ്രം പഞ്ചാബ്. അവരെല്ലാം അഗ്രികൾച്ചറൽ ഫാമിലീസിന്റെ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായി പഠിച്ച് പലരും വിദേശ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ഉന്നതമായ ജോലികളിലേക്ക് സൈന്യത്തിൽ വരികയാണ്. സൈന്യത്തിലെ ജോലികളാണ് ദ മോസ്റ്റ് കവറ്റഡ് പൊസിഷൻ. മോസ്റ്റ് ഓഫ് ദം കം ഫ്രം പഞ്ചാബ്. അതുപോലെ ടെക്നോക്രാറ്റുകൾ അത് കടന്നു വരുന്ന പഞ്ചാബിലാണ്. പിന്നീട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഏരിയ സിന്ധാണ്. ആ ജലം ഒഴുകി പിന്നീട് വരുന്ന പഞ്ചാബ് വഴി കാശ്മീരിൽ ഹിമാലയ സാനുക്കളിൽ ഉദ്ഭവിച്ച് ഇന്ത്യയുടെ കൈവശമുള്ള കാശ്മീരിലൂടെയും പാക് അധിനിവേശ കാശ്മീരിലൂടെയും ഒഴുകി പഞ്ചാബിലൂടെ ഒഴുകി തെക്കോട്ട് വന്ന് സിന്ധ് മേഖലയിൽ വന്ന് കറാച്ചി ഭാഗത്ത് വന്ന് ഇത്
അറബിക്കടലിൽ ചേരുകയാണല്ലോ ചെയ്യുന്നത് സിന്ധു നദി. ആ നദിയുടെ ചരിത്രാതീത കാലം മുതൽ തന്നെ ആ നദിയുടെ തീരത്താണല്ലോ സിന്ധു നദീതട നാഗരികത. ഹരപ്പ സിവിലൈസേഷൻ അതങ്ങനെ സ്വല്പം വടക്കാണ്, പഞ്ചാബ് മേഖലയിലാണ്. മൊഹൻജോദാരോ കുറച്ചുകൂടെ തെക്ക് ഭാഗത്താണ്. ധൊലവീറ, ഈ സിവിലൈസേഷൻ എല്ലാം തന്നെ സിന്ധു നദിയുടെ മുൻപ് ഒഴുകിയിരുന്ന ഈ മറ്റൊരു നദി കൂടിയുണ്ട്, ആകാശഗംഗ എന്നൊക്കെ സരസ്വതി നദി, അതൊക്കെ പറ്റിപ്പോയി. രാജസ്ഥാനിൽ കൂടെയൊക്കെ ഒഴുകിയിരുന്ന നദിയാണെന്നാണ് പറയപ്പെടുന്നത്. ആ നദിയുടെ അവശിഷ്ടങ്ങൾ സാറ്റലൈറ്റ് മാപ്പിങ്ങിലുണ്ട്. ആ പ്രദേശത്തു കൂടി ജലം ഒഴുകിയില്ല എങ്കിൽ ഒരുപക്ഷെ ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെ ഈ നശിച്ചു പോകാനുള്ള കാരണം BC 3200 മുതൽ ഉണ്ടായിരുന്ന സിവിലൈസേഷൻ ഒരു BC 1200 അതിന് ക്ഷയിച്ച് ക്ഷയോന്മത്തമായി. അതൊക്കെ പോകാനുള്ള കാരണം ഈ ജലത്തിന്റെ ഒഴുക്കിൽ വരുന്ന കുറവും ഒക്കെയാകാം. പല കാരണങ്ങളുണ്ട്. വിദേശ ആക്രമണങ്ങൾ കണ്ടേക്കാം, പ്രകൃതി ദുരന്തങ്ങൾ കണ്ടേക്കാം, ഇതെല്ലാം തർക്കങ്ങൾ ഉണ്ടാകാം, ഒക്കെയുണ്ട്. പക്ഷേ ജലം ഒരു ജീവിത ഉപാധിയാണ്. ഇപ്പോൾ നോക്കൂ, പാകിസ്ഥാൻ ഒരു കാർഷിക രാജ്യമാണ്. പഞ്ചാബിൽ അവിടെ ഇവിടെയും എണ്ണ കണ്ടുപിടിച്ചൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ ധാതുക്കളുണ്ട് എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാവുന്ന ടെക്നോളജി ഒന്നും പാകിസ്ഥാന്റെ കൈവശം ഇപ്പോഴില്ല എന്നതാണ്. അതുകൊണ്ടാണ് ട്രംപിന്റെ കാല് പിടിക്കുന്നത്. അസിം മുനിയുടെ പൊതുക്കെട്ടുമായി അങ്ങ് അമേരിക്കയിൽ പോയത് അതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ധാതുക്കളുണ്ട്, വരൂ രക്ഷിക്കൂ. കടുത്ത വിഭവ ദാരിദ്ര്യം, വിഭവ സമാഹരണം ബുദ്ധിമുട്ടാണ്. പണം. ഈ പ്രതിസന്ധിയിൽ നിന്ന് എങ്ങനെ പാകിസ്ഥാൻ രക്ഷപ്പെടാൻ കഴിയും? ഈ പ്രതിസന്ധിയിൽ നിന്നും പാകിസ്ഥാൻ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഇന്ത്യയുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോവുക. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, പ്രസ്താവന സാഹിത്യം ഒന്നിനും പരിഹാരമല്ല. ഇന്ത്യ ചെയ്ത് കാണിക്കുകയാണ്. സിന്ധു നദീജലത്തിന്റെ തോത് ചെറിയ തോതിലാണ്, കുറച്ച് ഉടനെ പറഞ്ഞപ്പോൾ ഉടനെ ചെയ്തിട്ടില്ല. ആരും ശ്രദ്ധിക്കാത്തൊരു യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്താണ്? ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ആക്രമണം നടത്തുക. ജലം തടയുന്നുവെങ്കിൽ ഈ വലിയ പോരാട്ടം നടക്കുന്ന സമയത്ത് ജലം തടഞ്ഞിട്ടില്ല. പക്ഷെ അതിനുശേഷം ഘട്ടം ഘട്ടമായി അണക്കെട്ടുകൾ കെട്ടുകയാണ്. നിലവിലുള്ള അണക്കെട്ടുകളിൽ കൂടുതൽ സംഭരണ ശേഷി വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പൊ നോക്കൂ, പാകിസ്ഥാൻ എന്നത് ലോവർ റൈപ്പേറിയൻ മേഖലയാണ്. ഇന്ത്യയുടെ കാശ്മീരും ഒക്കെയാണ് അപ്പർ റൈപ്പേറിയൻ. ഒരു നദി ഒഴുകി വരുമ്പോൾ ആ പ്രഭവ സ്ഥാനത്തിന് അടുത്ത കേന്ദ്രങ്ങളാണ് അപ്പർ റൈപ്പേറിയൻ മേഖലകൾ. അപ്പർ റൈപ്പേറിയൻ മേഖലകളിൽ വൻപൻ അണക്കെട്ടുകൾ ഉണ്ടായെങ്കിൽ താഴോട്ട് ഒഴുകി വരാനില്ല. അവിടെ ജലം ഉത്പാദിപ്പിച്ചതിന് ശേഷം, വൈദ്യുതി ഉത്പാദിപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന ജലം അല്ലെങ്കിൽ തുറന്നു വിടുന്ന ജലം ഇതാണ് താഴേക്ക് ഒഴുകി വരുന്നത്. അവിടെ വീണ്ടും ഡാമുകൾ ഉണ്ടാകും. അതാണ് ലോവർ റൈപ്പേറിയൻ. ലോവർ റൈപ്പേറിയൻ ഏരിയകളിൽ പാകിസ്ഥാൻ അനവധി ഡാമുകളുണ്ട്, പഞ്ചാബിലും മറ്റു പ്രദേശങ്ങളിലുമായി. അവിടെ ആകെ സംഭരിക്കാവുന്ന ജലം 30 ദിവസത്തേക്ക് മാത്രം. വലിയ മഴക്കാലം ആയിരുന്നു കഴിഞ്ഞ മാസങ്ങളിൽ. പാകിസ്ഥാനിൽ വൻ മഴയായിരുന്നു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ. ഇനി മഴയില്ല, ഇനി മഴ വരാനില്ല എങ്കിൽ ആകെ വരാനുള്ളത് മഞ്ഞുരുകി, ഹിമാലയ സാനുകളിൽ മഞ്ഞുരുകി ട്രിക്കിളായിട്ട് വരേണ്ട ജലമാണ്. അത് തടഞ്ഞു വെച്ചു കഴിഞ്ഞാൽ വൻപൻ ദാരിദ്ര്യമാണ്, വൻപൻ വിളക്ഷാമമാണ്. 80% ഭൂമിയും തരിച്ചു നിൽക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ പഞ്ചാബിലെ കർഷകർ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിയും. സിന്ധിലെ പ്രാദേശിക ജനവിഭാഗം അവിടെയും കൃഷി തന്നെയാണ് ഉപജീവന മാർഗം. പഞ്ചാബ് എന്ന പ്രധാന പ്രവിശ്യയും രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രവിശ്യയായ സിന്ധും ഓൾറെഡി ബലൂചിസ്ഥാനും ഖൈബർ പഖ്തൂൺഖായും കലാപകലുഷിതമാണ്. ഇവിടെയും ജനകീയ പ്രക്ഷോഭങ്ങൾ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ഭരണകൂടത്തിന് ഇന്ത്യ വിരുദ്ധത മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കാനാവില്ല. ഞങ്ങൾക്ക് ജലം തരൂ. ഈഗോക്ക് രണ്ടാമത്, ജലം ജീവിത ഉപാധിയാണ്. ഞങ്ങൾക്ക് ജലം തരൂ, അതിനുവേണ്ട നീക്കുപോക്കുകൾ ചെയ്യൂ, അതിനുവേണ്ട നിലപാടുകൾ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പാകിസ്ഥാൻ തീവ്രവാദികളെ നട്ടു നനച്ചു വളർത്തി പരിപോഷിപ്പിക്കുന്ന പ്രവണത ജനങ്ങൾക്കൊരു ബാധ്യതയായി മാറുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം ദുർബലമാവും. അതുകൊണ്ട് അസിം മുനീറിനും ഷഹബാസ് ഷെരീഫിനും ഒക്കെ മാറി ചിന്തിക്കേണ്ട സമയമായി എന്നാണ് ഇന്ത്യയുടെ നിലപാട് കൊണ്ട് ഇപ്പോൾ മനസ്സിലാകുന്നത്. പക്ഷെ ഭീഷണിയാണ് അവരുടെ നയം. വാക്കുകൾ കൊണ്ടുള്ള ഭീഷണി. ഞങ്ങൾ അമേരിക്കയുമായി ചേർന്ന് നിന്നോട് നിങ്ങളെ പാഠം പഠിപ്പിക്കും, ഇതൊക്കെ പറയാമെന്നല്ലേ ഉള്ളൂ. ചെയ്ത് കാണിക്കാൻ കഴിയുന്ന ഭീഷണികളൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് അത് കാണാൻ ആവുമായിരുന്നു. അത് ഒബ്ജക്റ്റീവായി പകൽ വെളിച്ചത്തിൽ നടന്ന കാര്യങ്ങളല്ലേ. അതിന് എല്ലാ കണക്കെടുപ്പുകളും ഇപ്പോൾ പൂർത്തിയായല്ലോ. അവിടെ ലാഭനഷ്ട കണക്കെടുപ്പുണ്ടല്ലോ. പാകിസ്ഥാന്റെ ക്ലെയിംസ് ആണ് ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഒരു വിമാനത്തിന്റെ ചിറകിന്റെയെങ്കിലും ഒരു അംശം പരസ്യമായി കാണിക്കാനുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ പുറപ്പുറത്ത് കയറി വിളിച്ചു കൂവില്ലായിരുന്നോ? ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. യുദ്ധം വരുമ്പോൾ ചില നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതിന് തെളിവുകൾ ഹാജരാക്കും. ഇന്ത്യൻ വിമാനം പാകിസ്ഥാൻ മണ്ണിൽ താഴെ വീണിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് തീർച്ചയായും വൻപൻ വാർത്താ പ്രാധാന്യം ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് ക്ലെയിംസ് മാറ്റി നിർത്തി
ജലം നഷ്ടപ്പെടുന്നു എന്നത് ജലം ഒരു വലിയ ഒരു വിഭവം എന്ന നിലയിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കാനാവാത്ത രീതിയിലേക്ക് അതിൻ്റെ ഒഴുക്കുകൾ ക്രമീകരിക്കപ്പെടുന്നു. പൂർണ്ണമായി പറ്റില്ല. കാരണം വർഷങ്ങൾ, ഒരു 10-20 വർഷം കൊണ്ട് മാത്രമേ വലിയ തോതിൽ ഡാമുകൾ കെട്ടി ഇന്ത്യക്ക് ജലം തടഞ്ഞു നിർത്താനാവൂ. അതൊന്നും ഇന്ത്യ ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ കരുതുന്നതുമില്ല. പക്ഷെ ഇതൊരു സൂചന മാത്രമായിരുന്നു. ആ സൂചന കണ്ട് പഠിച്ചില്ല എങ്കിൽ കടുത്ത വില പാകിസ്ഥാന്റെ ജനം കൊടുക്കേണ്ടി വരും. പാകിസ്ഥാന്റെ ജനം ആ വില കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിനെതിരെ വൻപൻ ജനകീയ പ്രക്ഷോഭം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് ജലം വളരെ വലിയൊരു ആയുധമാണ് എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. അതുകൊണ്ട് നയതന്ത്രമാണ് ഏകപരിഹാര മാർഗം, യുദ്ധം ഒരു പരിഹാര മാർഗമല്ല. യുദ്ധം ചെയ്ത് ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആണവ ബോംബ് ഉൾപ്പെടെ ഉപയോഗിക്കുമെന്ന രീതിയിൽ പാകിസ്ഥാൻ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ആണവ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഈ ജലം കിട്ടുമോ? അതൊരിക്കലും കിട്ടില്ല. ആണവ ബോംബിൽ ഒരു യുദ്ധം ജയിക്കാനാവുമോ? അതൊക്കെ പ്രിയംറ്റീവ് സ്ട്രൈക്കുകൾ നടത്തില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നത് കൃത്യമായ വിവരമുണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും പറയാമെന്നല്ലാതെ പ്രവർത്തിക്കാൻ നോക്കുന്ന കാര്യങ്ങളല്ല, അങ്ങനെ നിൽക്കുന്ന കാര്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.